ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അനീഷ് ചാനൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ നമ്മുടെ യാത്ര മൂകാംബികയ്ക്കും കുടജാദ്രിക്കൊക്കെ ആട്ടോ. അപ്പോൾ എൻ്റെ അനീത്തി വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവളും കൂട്ടിയിട്ട് ഒരു ചെറിയ ട്രിപ്പ്, അതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ നമ്മൾ വന്ന ട്രെയിനിൻ്റെ പേര് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് എന്നാണ്. നമ്മൾ കോഴിക്കോട് നിന്നാണ് യാത്ര തുടങ്ങിയത്. പുലർച്ചെ 12:15 ട്രെയിൻ അവിടെ എത്തും. അതിനുശേഷം നമ്മളൊരു രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ബെയ്ഡൂർ മൂകാംബിക റോഡ്, അതാണ് ഈ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ്റെ പേര്, അവിടെ എത്തും കേട്ടോ. 135 രൂപയാണ് ജനറൽ ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ അതായത് ബെയ്ഡൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാട്ടോ. ഒരു പ്രത്യേക വൈബില്ലേ, പൊച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നമ്മളവിടെ എത്തി. ഞാൻ ചെറിയൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടുത്തെ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് റെഡിയൊക്കെ ആയി, മേക്കപ്പൊക്കെ ഇട്ട് ഞങ്ങളിത് ആ മെല്ലെ ഇറങ്ങി. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കാട്ട് ബസ് കിട്ടുന്നിടത്തേക്ക്. ചെറുതായിട്ട് മഴ ചാരി തുടങ്ങി. ഒരാളിവിടെ വിളിച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് നടക്കാണ്ട്. അപ്പോൾ മഴയും കൊണ്ട് ഞങ്ങൾ നടന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും മൂകാംബികയിലേക്കുള്ളത്. അപ്പോൾ നമ്മളിതാ ഈ ബസ്സിൽ കയറാട്ടോ. ഇനി എന്നൊരു 1 മണിക്കൂർ വഴിയുണ്ട് നമുക്ക്. അപ്പോൾ വേഗം പോയി സീറ്റൊക്കെ പിടിക്കുകയാണ്. ബസ്സിലാരും ഇല്ല, കുറച്ച് ആൾക്കാരൊക്കെ ആയപ്പോൾ ഇതാ ബസ് എടുക്കുകയാണ്. ഇടവിട്ട് വേണ്ട ബസ്സുകളുണ്ട് നമുക്ക് മൂകാംബിക അമ്പലത്തിലേക്കായിട്ട്. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അങ്ങനെ നമ്മൾ പോയി ഇതാ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള മൂകാംബിക ബസ് സ്റ്റാൻഡിലെത്തി. ഇതാണ് നമ്മുടെ മൂകാംബിക ബസ് സ്റ്റാൻഡ്. മഴയൊക്കെ പെയ്ത് തോർന്നിങ്ങനെ നിൽക്കാം കേട്ടോ. വലിയൊരു ബസ് സ്റ്റാൻഡ് ഇറങ്ങിയാൽ പിന്നൊന്നും നോക്കാനില്ല, നേരെ മുന്നോട്ടേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. കുറച്ചുകൂടെ വന്നാൽ തന്നെ അമ്പലത്തിൽ. ഇവരൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ. കൂടുതലും മലയാളികൾ തന്നെയാണ്. ഫുള്ള് കോടയൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ. നമ്മൾ മൂകാംബികയിൽ എത്തുമ്പോൾ തന്നെയുള്ള കാഴ്ച അടിപൊളിയാണ് കേട്ടോ. ബാക്കിലെ മലനിരകളാകെ മഞ്ഞ് കോടയിൽ മൂടി നിൽക്കുക കേട്ടോ. അടിപൊളി. കുടജാദ്രി പോകാൻ മനസ്സിങ്ങനെ വെമ്പുകയാണ്. അപ്പോൾ പോണ വഴിക്കൊക്കെ റോട്ടിൽ നല്ല ചാണാനുണ്ട് കേട്ടോ. അപ്പോൾ ചാണൻ ചവിട്ടാണ്ടൊക്കെ നോക്കി നടത്താൻ നല്ലത്. അവൾ ചാണൻ ചവിട്ടിയും പോയപ്പോൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മെല്ലെ നടക്കാണ്. അപ്പോൾ വിശപ്പിൻ്റെ വിളി വന്ന കാരണം ഈ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറാണ്. ഇവിടെ ധാരാളം മലയാളം ഹോട്ടലുണ്ട് കേട്ടോ. നമ്മുടെ കേരള ഫുഡൊക്കെ തന്നെ കിട്ടും. ഞങ്ങളത് നെയ് റോസ്റ്റ് മസാല ദോശയൊക്കെ തന്നെ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ കഴിക്കണ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല, ചെറിയൊരു മതിരിപ്പ് പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മുമ്പ് കർണാടകയിൽ നിന്ന് കഴിച്ചപ്പോൾ ഇതുപോലെ കുറച്ച് മതിരിപ്പ് ഫീൽ ചെയ്തിട്ടോ. പിന്നെ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകഷ്ണം നോക്കി തിന്നണമെന്നാലോ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന എന്താണോ അത് കഴിക്കുക, അത് തന്നെ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നേരെ അമ്പലത്തിനടുത്തേക്ക് പോവാണ്.